ഞാൻ ആദ്യമായിട്ടാണേ, അപ്പൊ അതിന്റെ ചെറിയ ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഒന്നുമില്ല. നയന, ഞാനേ നമ്മുടെ കമ്പനിയുടെ ഓഫീസിന്റെ ഒരു മീറ്റിംഗിലാണേ. ഇത് ഞാൻ തിരിച്ചു വിളിച്ചാൽ മതിയോ? ഞാനേ കല്യാണം കഴിക്കുമ്പോ കുട്ടിയാ. ടെൻഷൻ ഒന്നുമില്ല. ഓ, ഇതവിടെ പട്ടി മരിയ തന്റെ മീറ്റിംഗ്. നീ എന്റെ പെങ്ങളെ ചതിപ്പില്ലടാ. അറിഞ്ഞില്ലായിരുന്നു, കല്യാണം ഉറപ്പിച്ചോട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അവളുടെ വീട്ടിൽ സമ്മതിച്ചു. സമ്മതിച്ച എന്ത് സമ്മതിച്ചെന്തിനാ? നീ ഇപ്പോഴും വെർജിനല്ലേ? അതിനെന്താ? എടാ ആദ്യ രാത്രിയില്ലേ നമ്മളായിരിക്കണം പവർ. ഇത് നമ്മളിവിടെ പൊട്ടന്മാരായി പോകും. ഒരു സ്പായ ഉണ്ട്, ഞാൻ നമ്പർ തരാൻ. അതൊന്നും ശരിയാവില്ല. അവിടെ ഹാപ്പി എൻഡിങ് ഒക്കെ ആയിട്ട് എല്ലാ പരിപാടിയും നടക്കും. ഞാൻ നമ്പർ ഇട്ടുണ്ട്, നീ നോക്കി. ഒരു പ്രശ്നമില്ല, ഓക്കെ. ഹലോ, ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചായിരുന്നു. എന്താ? രാവിലെ നയനയുടെ കല്യാണം ഉറപ്പിച്ചല്ലേ? കാര്യം അവൻ എന്റെ കൂട്ടുകാരനൊക്കെ ആണെങ്കിലും പക്ഷെ അവത്ര വെടിപ്പല്ല. നയനെ അവനിപ്പോ ഒരു കല്യാണം എക്സ്പീരിയൻസ് കൂടെ സ്ഥായിലോട്ട് പോയിട്ടുണ്ട്. ചുമ്മാ അനാവശ്യം പറയല്ലോ. അനാവശ്യമില്ലെന്ന് അതത്ര നല്ല സ്ഥലമൊന്നുമല്ല. അവർ അങ്ങനെ ചെയ്യാന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ നയനോട് ഒരു ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. നയന വേണമെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചിടാം. ഹലോ, മോളെ നേരെ ഞാൻ പറഞ്ഞു കേക്ക്. എന്റെ പൊന്നല്ലേ, ഞാൻ അതിന് പോയതല്ല, ഞാൻ മസാജ് ചെയ്യാൻ പോയതാ. കൂടാ വൃത്തിയിട്ടവനെ. എടാ ശരിക്കും നീ അതിനോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു ചതില് പെട്ടുപോയത്. ഞാൻ അതിനോട് താങ്ക്സ് പറയാൻ കൂടെ വന്നേ. എനിക്ക് എന്തിനാ നയന താങ്ക്സ് പറയുന്നത്? അല്ലെങ്കിലും പെണ്ണുങ്ങൾ എന്താണ് യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. അവന് കോളേജിൽ പഠിക്കുമ്പോഴേ ഒരുപാട് പ്രണയങ്ങളുണ്ടായിരുന്നു. എനിക്ക് അന്ന് എന്നും ഒരാളോട് ഇഷ്ടമുള്ളൂ. അതെന്റെ നയനേനെ മാത്രം. കൂടാതെ എടുത്ത് കഴിക്കണേ പറഞ്ഞ മോനെ.